നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ നമുക്ക് കണവ റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഒരു സീസൺ കണവയുടെ സീസണാണെന്ന് തോന്നുന്നു. ഒരുപാട് കണവ കിട്ടുന്ന ഒരു സീസണാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ കണവ സാധാരണ എല്ലാവരും വട്ടത്തിനാണ് മുറിക്കാറ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തേക്കുവാണ്. അപ്പോൾ ആദ്യം നമ്മളത് ചെയ്യേണ്ടത് കണവ മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, അതുപോലെ പാകത്തിന് ഉപ്പ്, ഇത് ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് പുരട്ടി മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ജസ്റ്റ് ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റുക. പ്രഷർ കുക്കറിലോട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 2-3 വിസിലൊക്കെ ആകുമ്പോൾ വെന്ത് വരും. ഇത് ചെറിയ കണവയാണ്. വലിയ കണവയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. പിന്നെ ടൊമാറ്റോ, നല്ല പഴുത്ത 2 ടൊമാറ്റോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് കണവയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കിലോ കണവയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാകത്തിനുള്ള ടൊമാറ്റോയും ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക, ഇഞ്ചിയും ടൊമാറ്റോയും കൂടെ. എന്നിട്ടൊരു പാൻ ചൂടാക്കുക. അതിലോട്ട് നമ്മൾ അടിച്ച പേസ്റ്റ്, അതായത് ടൊമാറ്റോയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ, അത് വെന്ത് വരുമ്പോൾ വെള്ളമൊക്കെ വരും, അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കണവ റോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളി അരിയണ്ട, വഴറ്റണ്ട, ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ എളുപ്പത്തിന്, ശരിക്കും ഒരു ബാച്ചിലേഴ്സ് റെസിപ്പി എന്ന് പറയും, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ റോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോഴെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കിക്കത് ഇതിൻ്റെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ, അതായത് കണവ വെന്തിരിക്കുവാണ്. ടൊമാറ്റോയുടെയും കണവയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ആ വെള്ളം വറ്റി വരും. അപ്പോൾ നമ്മൾ ഒട്ടും ഓയിൽ ഇപ്പോൾ ഒഴിച്ചിട്ടില്ല, എണ്ണ ഒട്ടുമേ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കറിവേപ്പില പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ടൊമാറ്റോ സോസ് നമ്മൾ അടിച്ചത്, ഇഞ്ചിയും കൂടെ ചേർത്ത് അടിച്ചതും, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കണവ, ഇത്രയും മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കണ്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് ഇതിലെ കണവയുടെ ആ ഒരു ലുക്കിൽ വരുന്ന ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ തട്ടുകട സ്പെഷ്യൽ തട്ടുപൊളിപ്പൻ ബീഫ് ഫ്രൈ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരതൊന്ന് നോക്കുക. അതും ഇതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റ് അടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്നും കയറി കണ്ടു നോക്കണേ. ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അതും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞു. വെളിച്ചെണ്ണ ചേർത്തപ്പോഴത്തേക്ക് നമ്മുടെ കണവ റോസ്റ്റിൻ്റെ ആ ലുക്കിൽ വന്ന മാറ്റം കണ്ടു. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ പ്രത്യേകം ഇത് നമുക്ക് റോസ്റ്റിൻ്റെ പരുവത്തിലും എടുക്കാം, അതുപോലെ തന്നെ നല്ല ഡീപ്പ് ഫ്രൈയുടെ പരുവത്തിലും എടുക്കാം. അപ്പോൾ റോസ്റ്റിൻ്റെ പരുവം ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് റോസ്റ്റായി കഴിഞ്ഞു. അപ്പോൾ ഉപ്പ് നോക്കുക, പാകത്തിന് ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതൊരു കറിയാണെങ്കിലും ഉപ്പ് നമ്മൾ കൂടിപ്പോകരുത്. കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കണവ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇനി ഫൈനൽ ഒരു ടച്ച് വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പം നമ്മളൊരു ചെറിയൊരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ഞണ്ട് റോസ്റ്റ് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് അതിലോട്ട് കറിവേപ്പില പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ വെളിച്ചെണ്ണ നമ്മുടെ കണവ റോസ്റ്റിൻ്റെ മേളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൊതിയൂറും രുചിയൂറും ആവി പറക്കുന്ന കണവ റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് ഇത് റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് കണവ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.